ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഫാബ്സ് ഓൺ വീൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ആരാണ്. ഞാൻ ഫാബിയുടെ സ്വന്തം വൈഫാണ്. ഫാബി നമ്മളോട് കൂടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഫാബ്സ് ഓൺ വീലിലേക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് വെൽക്കം. സോ ഇന്ന് ഞങ്ങൾ പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു കപ്പിൾ ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ കുഞ്ഞു എന്നെ നോക്കണ്ട, പറയും ക്യാമറ നോക്കിയിട്ട് പറയാം. പൊന്നിനൊരു സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലം റൊസാരിയോ സൈക്കിൾസിലാണ്. ഇനി ചലഞ്ച് എന്താണെന്ന് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ ഒരു ഗോ ഗ്രീൻ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഫേസ്ബുക്കിൽ തന്നെ. അവർ നമ്മളൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് കപ്പിൾ ചലഞ്ചാണ്. കപ്പിളിൽ ഒരാൾക്ക് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക. ഇപ്പം ഈവൻ ഹസ്ബൻഡ് വൈഫിനാവും, വൈഫ് ഹസ്ബൻഡിനാവും. അതൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. സോ ഞങ്ങൾ ആ ഒരു ചലഞ്ച് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാനാണ് ആംഗ്രി ബേബി, ദാറ്റ് മീൻസ് മൈ പില്ലൻ. പൊന്നൂന് ഞാൻ ആ ഗിഫ്റ്റ് ചെയ്യുന്നത്, ഞാനാണ് ആ സൈക്കിളിന് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ അത് വാങ്ങുന്നത് കൊല്ലം റൊസാരിയോ സൈക്കിൾസ് നിന്നാണ്. നമ്മുടെ ഫ്രണ്ട്സ് നവീനും അഖിലും നവീനും അവിടെ വെയിറ്റിംഗ് ആണ്. സോ അവരുടെ അടുത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ ഓൾറെഡി അവന്മാരുടെ അടുത്ത് ഞങ്ങൾ 6 o'clock എത്താമെന്ന് പറഞ്ഞത്. സോറി, നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന കുറേ കഴിഞ്ഞിട്ടായിരിക്കും. എനിവേ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഓൺ ദ വേയിൽ പറയാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ കുടിക്കോ, വന്നോളൂ. നമ്മളങ്ങനെ നീണ്ടകര പാലം കയറിയിരിക്കുകയാണ്. വൈകിട്ട് സമയങ്ങളിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. കാര്യം വേറൊന്നുമല്ല, നല്ല സൺസെറ്റ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പടം വരച്ച പോലെ ആകാശത്ത് മേഘങ്ങളുണ്ടാവും. അതൊരു നല്ല കാഴ്ചയാണ്. ഇവിടെ നിന്ന് പണ്ട് ഡോൾഫിനെ കാണാറുണ്ടല്ലോ. അത് ഇടയ്ക്ക് ഡോൾഫിൻ വരുന്നത്, അത് മിക്കവാറും ബീച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ, കായലോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് രാവിലെ ഒരു മല കാണാൻ പറ്റും. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു പോർഷൻ രാവിലെ ഒരു 6 മണി ടൈമിലൊക്കെ കാണാൻ പറ്റും. ഒരാള് ഫോൺ ചെയ്തോണ്ട് പോകുന്നുണ്ടോ? ഇത്രയും തിരക്കുള്ള റോഡിന്റെ നടുക്കൂടെ ഒരാള് ഫോൺ ചെയ്തോണ്ട് പോകുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാല് ഒരു ചേട്ടൻ മാറ്റിയാട്ടോ, നമ്മൾ പറഞ്ഞ ചേട്ടൻ കേട്ടെന്ന് തോന്നുന്നു. കാര്യം ഹെൽമെറ്റും വെക്കത്തില്ല, മാസ്ക് വെക്കും. കൊറോണ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു ശീലം ഉണ്ടായി, മാസ്ക് വെക്കാൻ തുടങ്ങി. പക്ഷെ ആരും ഹെൽമെറ്റ് വെക്കത്തില്ല. ഇത് കണ്ടില്ല, നിങ്ങളിപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇവരെല്ലാം ആണെങ്കിൽ ഹെൽമെറ്റ് വെക്കത്തില്ല, പക്ഷെ മാസ്ക് വെക്കും. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ MVDയും കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ചൊക്കെ സത്യമുണ്ട്. അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം ഇവരൊക്കെ ഇങ്ങനെ മാസ്ക് വെച്ച് മാത്രം നടന്നാൽ തലക്കെന്താ സേഫ്റ്റി? ഇവിടെ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം, ഇത് നമ്മുടെ NH ബൈപ്പാസാണ്. നീണ്ടകര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുള്ള ബൈപ്പാസാണ്. ഇവിടുന്ന് നേരെ ഇത് പോകുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്തോട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പ്, റൊസാരിയോ സൈക്കിൾസ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷോപ്പിനുള്ളിലോട്ട് എത്തിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ സൈക്കിള് ഇതാണ്, നിങ്ങൾ കണ്ടോ? ഇതാണ് നമ്മുടെ സൈക്കിള്. ശരിക്കും ഇതൊരു MTB ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സൈക്കിളിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു തരാനായിട്ടുള്ള ആളിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഡേറ്റാസ് ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റാസ് നിങ്ങൾക്ക് ഒരു വലിയ ഡീപ്പായിട്ടുള്ളൊരു ഡേറ്റ അല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം.
അപ്പോൾ ഈ സൈക്കിൾ എന്ന് പറയുന്ന ഒരു MTB സൈക്കിളാണ്. റാലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സൈക്കിളാണ്. 21 സ്പീഡ് വരുന്ന ഒരു നമുക്കൊരു 18,000 ആ റേഞ്ചിൽ വരുന്ന ഒരു സൈക്കിളാണ്. ഇതാണ് നമുക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന സൈക്കിൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം എല്ലാ റോഡ്സിനും അല്ലെങ്കിൽ നമ്മുടെ കേരള റോഡ്സിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈക്കിളാണ്. പിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഫാറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് വണ്ണം കുറയ്ക്കാനായാലും കുറച്ച് ഡെയിലി നിങ്ങൾക്ക് ഒരു 15-20 കിലോമീറ്ററൊക്കെ ട്രാവൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈക്കിൾ ചൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സൈക്കിൾ മാത്രം കാണിച്ചിട്ട് പറയുന്നത് പറഞ്ഞാൽ ഇതൊരു MTB സെഗ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സൈക്കിൾ മാത്രം നമ്മൾ കാണിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ വേറൊരു സെഗ്മെൻറ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് സൈക്കിളാണ്. ഹൈബ്രിഡ് സൈക്കിൾ നമുക്ക് ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഈ ഒരു സൈക്കിളാണ്. ഇപ്പോൾ കളക്ഷൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സൈക്കിൾ എന്ന് പറഞ്ഞ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഡെയിലി ഒരു സഞ്ചരിക്കുന്ന ദൂരം നല്ല ഫ്ലാറ്റ് റോഡ്സാണ്, സിറ്റി യൂസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈബ്രിഡ് സൈക്കിൾ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു സെഗ്മെൻറ്റ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, റോഡ് ബൈക്ക് എന്ന് പറയുന്നൊരു. അപ്പോൾ റോഡ് ബൈക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്. അപ്പോൾ റോഡ് ബൈക്കിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. നമുക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടിരുന്നൊരു ചവിട്ടുന്നല്ല, ഇത് ഭയങ്കര ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല ഹൈ സ്പീഡിൽ ചവിട്ടാൻ പറ്റുന്നൊരു സൈക്കിളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് ലോങ് റൈഡ് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രൊഫഷണലി തന്നെ സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാൻഡിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടയറിൻ്റെ സൈസും അല്ലെങ്കിൽ എൻ്റെ ഫ്രെയിമും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. മറ്റുള്ള സൈക്കിളിനൊക്കെ സ്ട്രെയിറ്റ് ഹാൻഡിലാണ് വരുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രീം എന്തോസിയാസ്റ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സൈക്കിൾ വന്നിരിക്കുന്നത്. ഇതാണ് ആ ഒരു മൂന്നാമത്തെ സെഗ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു. ഇതിനൊന്ന് കാണിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 39 ആ റേഞ്ചിനുള്ളിൽ നമുക്ക് നല്ല റോഡ് ബൈക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പിന്നെ ഈ റോഡ് ബൈക്കിൻ്റെ ഗിയർ റേഷ്യോ പറയുമ്പോഴത്തേക്ക് 7/2 ആണ് വരുന്നത്. റോഡ് ബൈക്കിനാണ് അങ്ങനത്തെ ഒരു പ്രത്യേകത വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡ് സൈക്കിൾ ആകുമ്പോഴത്തേക്ക് 21 സ്പീഡ്, ഹൈബ്രിഡ് അല്ല, നമുക്കൊരു MTB ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 21 സ്പീഡ്, ഹൈബ്രിഡിന് നമുക്ക് 21 സ്പീഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് വരുമ്പോഴത്തേക്ക് ആ ഒരു 7/2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഡ് റേഷ്യോ ആണ് വരുന്നത്. ഇതിൻ്റെ ടയർ സൈസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 700x25 എന്ന് പറഞ്ഞൊരു വീൽ സൈസാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയേഴ്സിൻ്റെ വിലയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1400 റേഞ്ചിലൊക്കെയാണ് നമുക്ക് കെൻഡയുടെ ടയേഴ്സിന് വരുന്നത്. അപ്പോൾ അത്രയും തന്നെ വളരെ സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനേ. നിങ്ങൾ ആ ടയറിൽ നോക്കി ഞാനത് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ വളരെ ലീൻഡായിട്ടുള്ളൊരു സൈക്കിളാണ്. അപ്പോൾ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ലോങ് റൈഡ്സിനാണ് യൂസ് ചെയ്യുന്നത്. വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ആ ഒരു ബ്രാൻഡിങ് അല്ല, അതിൻ്റെ ആ ഒരു ഫ്രെയിം സൈസ് ആയാലും നോക്കിക്കഴിഞ്ഞാൽ വളരെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ചവിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സൈക്കിൾ വാങ്ങുക. ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കിൾ ഒരാൾ വാങ്ങാനായിട്ട് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ പർപ്പസ് നോക്കിയിട്ട് നമ്മൾ സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു സൈക്കിൾ വേണം എന്ന് വെച്ചിട്ട് വാങ്ങരുത്. ശരിക്കും നിങ്ങളുടെ പർപ്പസ് നോക്കിയിട്ട് വാങ്ങാം. ഇപ്പോൾ നമ്മൾ ഈ സൈക്കിൾ നോക്കുമ്പോഴത്തേക്ക് അറിയാം നമ്മൾ എങ്ങനെ ഒരു സൈക്കിൾ നിങ്ങളുടെ സൈസിന് ചൂസ് ചെയ്യണം. നിങ്ങളിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു ബ്രോയാണ്, ആളിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആളുടെ ആ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മെഷീനിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു സൈഡ് നമുക്ക് അവിടെ ആ ഒരു കമ്പിയിൽ തട്ടരുത്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും തട്ടാത്ത രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ എപ്പോഴും ഒരു സൈക്കിൾ ചൂസ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സീറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ആ ഹാൻഡിലിൻ്റെ ആ ഒരു ഹൈറ്റിൽ തന്നെ ആയിരിക്കണം. ആ ഒരു പൊസിഷൻ നമ്മൾ എപ്പോഴും നോക്കിയിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇപ്പോഴത്തെ സൈക്കിൾസിനെല്ലാം നമുക്ക് ഡിസ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് വരുമ്പോഴത്തേക്ക് ഡിസ്ക് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് നിങ്ങൾ എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ ഇത് ബാക്കും ഫ്രണ്ടും ഡിസ്ക് വരുന്ന സൈക്കിളാണ്. നമ്മൾ എടുത്തത് ഈ സെയിം സൈക്കിൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസ്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്ക് ചില സമയങ്ങളിൽ നമുക്ക് ബ്രേക്ക് ലൂസ് ആവുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് മുറുക്കുക എന്നുള്ളത്. നമുക്കിവിടെ ഇത് അഴിച്ചതിന് ശേഷം നമുക്കിവിടെ മുറുക്കാൻ പറ്റുന്നതാണ്. ഇതഴിച്ചതിന് ശേഷം നമുക്കിത് നോർമലായിട്ട് മുറുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അത് മുറുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള നിങ്ങൾ ആ പാഡിൻ്റെ ഒരു സംഭവം നിങ്ങൾ നോക്കണം. ഇതിനകത്ത് നമുക്ക് ആ പാഡിൻ്റെ സംഭവം കാണാൻ പറ്റും. ആ പാഡിൻ്റെ സംഭവം നോക്കിയിട്ട് അതിൻ്റെ അളവനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ കാണുന്ന ബോൾട്ട് നമുക്ക് മുറുക്കിയിട്ട് ഡിസ്കിൻ്റെ ആ ഒരു പാഡ് നമുക്ക് മുറുക്കാൻ പറ്റും. ഈ മുറുക്കുന്ന സമയത്ത് നിങ്ങൾ അകത്തെ ആ ഒരു പാഡിൻ്റെ വലിപ്പം എത്ര എന്നുള്ളത് നിങ്ങൾ മീൻസ് അത് തമ്മിൽ തട്ടുന്നുണ്ടോ അത് മുട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം. അതാണ് നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു കാര്യം. ഇപ്പോൾ ഇതെല്ലാവരും ചെക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ സ്വന്തമായിട്ട് നമുക്ക് സർവീസ് സെൻറ്റേഴ്സിലൊന്നും കൊണ്ടുപോകാൻ തന്നെ സ്വന്തമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ സർവീസിലുള്ളൊരു സൊല്യൂഷനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളൊരു സൈക്കിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പിന്നീട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഏത്
സെഗ്മെൻറ്റിൽ വരുന്ന സൈക്കിളാണെന്നുണ്ടെങ്കിൽ ഗിയർ സൈക്കിളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗിയേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഷിഫ്റ്റേഴ്സും ഒക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കുക. അത് ഷിമാനോയുടെ ആയാലും ഷിമാനോയുടെ തന്നെ ടൂർണിയാണോ, അതിന് ഏതാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഒരു സൈക്കിൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രെയിംസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അലോയ് ഫ്രെയിം വരുന്നുണ്ട്, സ്റ്റീൽ ഫ്രെയിം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വരുന്നത് സ്റ്റീൽ ഫ്രെയിമാണ് വരുന്നത്. കൂടുതലും MTBസിനൊക്കെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു റേറ്റിലൊക്കെ വരുന്നത് ഇത് സ്റ്റീൽ ഫ്രെയിംസാണ് വരുന്നത്. അപ്പോൾ പിന്നീട് വേറെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പോണൻസിൻ്റെ റേഞ്ച് കൂടുന്നതനുസരിച്ച്, ഗിയർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൂടുന്നതനുസരിച്ചിട്ട്, സ്പെക്ക് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് പ്രൈസിൽ വ്യത്യാസങ്ങൾ കൂടി വരും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സൈക്കിളിൻ്റെ മെയിൻ വേറൊരു പാർട്ട് വരുന്ന ചെയിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ചെയിൻ ശരിക്കും പറഞ്ഞാൽ റസ്റ്റ് അടിക്കാൻ നല്ല രീതിയിൽ മഴയത്തൊക്കെ പോയിട്ട് നല്ല ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ചെയിൻ ഒരു പീരിയോഡിക്കായിട്ട് നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുക. ചെയിൻ ലൂബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയിൻ നല്ല ലൂബേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ലൂബിങ് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൂബ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഓയിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ഈ സൈക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ടയേഴ്സിൻ്റെ അകത്തുള്ള കാറ്റ് എപ്പോഴും നമ്മളൊരു വീക്കിലി വൺസെങ്കിലും നിങ്ങൾ ടയറിൻ്റെ കാറ്റ് നോക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ആസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ് നിങ്ങൾക്കൊരു സൈക്കിൾ എടുക്കുമ്പോഴത്തേക്ക് സാധാരണക്കാർക്ക് നമുക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സൈക്കിളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിതേ ഷോപ്പിലെത്തി. അഖിലുണ്ട്, അഖിലിൻ്റെ വൈഫ് ജയുണ്ട്. ജയ നേരെ നോക്കി നവീനുണ്ട്. നവീൻ ഏറ്റവും പൊക്കമുള്ളതാണ്. സോ പൊന്നുണ്ട്. നമ്മൾ വന്ന കാര്യം നമ്മൾ നടത്തി. ഇതാ ഇപ്പോൾ സൈക്കിളിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. കണ്ടല്ലോ, സൈക്കിൾ കണ്ടല്ലോ. അപ്പോൾ രാത്രി ആയപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇല്ല. അവർക്ക് ഷോപ്പ് നേരത്തെ പൂട്ടേണ്ടതുകൊണ്ട് തന്നെ അവർ നേരത്തെ പോയി. പൊന്നിപ്പുറത്തോന്നെ. അപ്പോൾ ഷോപ്പ് നേരത്തെ പൂട്ടേണ്ടതുകൊണ്ട് അവർ പോയി. അപ്പോൾ സൈക്കിള് വാങ്ങിയ ആളിവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സൈക്കിൾ ഇപ്പോൾ വാങ്ങാൻ തന്നെ കാരണം അഖിലാണ്. അഖിലിൻ്റെ കാർഡിലാണ് നമ്മളിത് വാങ്ങിച്ചത്. നിങ്ങൾ ആരും വിചാരിക്കരുത് ഉടനെ വ്ളോഗ് തുടങ്ങി സൈക്കിൾ വാങ്ങിയതൊന്നും ആരും വിചാരിക്കരുത്. അഖിലിൻ്റെ കാർഡിലാണ് ഇത് മേടിച്ചിട്ടുള്ളത്. സോ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെല്ലാവർക്കും പാപ്സ് ഓൺ വീൽസ് നോക്കാം. കം ഓൺ, ഗുഡ് ബൈ.